ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് രാവിലെ നമ്മുടെ താമരക്കുളം ചന്തയിലേക്ക് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. ഇവിടുന്ന് താമരക്കുളത്തേക്ക് ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമ്മൾ വണ്ടിയിലായതുകൊണ്ട് തന്നെ ഒരു 10-12 മിനിറ്റ് മതിയാകും. ഇവിടുന്ന് രാവിലെ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ഇത്തിരി ലേറ്റായി. അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. വണ്ടി ഞാൻ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ട് നടന്നാണ് അകത്തോട്ട് കയറുന്നത്. അകത്തോട്ട് കയറി വന്നത് നടി അമ്മയുടെ നല്ല ജീവനുള്ള പിടയ്ക്കുന്ന മീനായിരുന്നേ. ഞാനും പിള്ളേരും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമുക്കകത്തോട്ട് കയറി ബാക്കി മീനൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ അതിനെ വാങ്ങിക്കൊണ്ട് പോകുന്നത് വരെ രണ്ടും കൂടെ സ്റ്റാച്ചു പോലെ അവിടെ തന്നെ നിന്നു. പിന്നെ മീൻ നോക്കാൻ വേണ്ടി അകത്തോട്ട് കയറുന്നത് ഞണ്ട് വേണമെന്നും പറഞ്ഞാൽ രണ്ടും കൂടെ ബഹളം. ഇവിടെ ഇപ്പോൾ പൊതുവേ മീനൊക്കെ കുറവാണ്. അവിടെ ചെന്നപ്പോഴും എല്ലാ മീനൊന്നും കാണാനില്ലായിരുന്നു. എല്ലാ മീനെന്ന് പറഞ്ഞത് ഈ ചൂര, കേര ഇതൊക്കെയാണേ. വെളുപ്പിലെ 4 മണിക്ക് തന്നെ ഇവിടെ ചന്ത ഓപ്പൺ ആവും. ഞാനവിടെ ചെന്നപ്പോഴത്തേക്കിന് 6:30 ആയിട്ടുണ്ടായിരുന്നു. ഇനി അതുകൊണ്ടാണോ മീനൊക്കെ കുറവെന്നും അറിയില്ല. ഇവിടെ തിങ്കളും വെള്ളിയും മാത്രമേ ചന്തയുള്ളൂ. ഈ ദിവസങ്ങളിൽ പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് തന്നെ രാവിലെ എനിക്ക് വരാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ കരുതി സ്കൂൾ അടച്ചിട്ട് അവരെ കൂടി കൊണ്ടുവരാമെന്ന്. സ്കൂൾ അടച്ചതിന് ശേഷമോ ഓരോ ചന്ത ദിവസവും വരാമെന്ന് കരുതിയാലും ഓരോ കാരണം കൊണ്ട് മുടങ്ങിപ്പോവും. മിക്കവാറും ദിവസം വിചാരിക്കുമ്പോഴേ മഴയായിരിക്കും. അങ്ങനെ ഞാൻ ഞണ്ട് വാങ്ങുവാണേ. 1/2 കിലോ മതിയെന്ന് പറഞ്ഞപ്പോൾ 1/2 കിലോ എടുത്താലൊന്നും കാണത്തില്ല, 1 കിലോ എടുക്കാനാ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ പിന്നെ 1 കിലോ തന്നെ വാങ്ങി. കൊഞ്ചു, മത്തി, അയില ഇതൊക്കെയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. മത്തിയാണെങ്കിലും അത്ര വലിയ മത്തിയൊന്നും ആയിരുന്നില്ല, ഇടത്തരം മത്തി. പിന്നെ അപ്പുറത്തെ സ്റ്റാളിൽ നിന്നും കുറച്ച് മത്തി വാങ്ങി. അതിനും അപ്പുറത്തെ സ്റ്റാളിൽ നിന്നും കുറച്ച് അയിലയും വാങ്ങി. എല്ലാവരെയും നമ്മൾ പരിഗണിക്കണമല്ലോ. 1 കിലോ അയിലയ്ക്ക് 300 രൂപയായിരുന്നേ. ഞാൻ 1/2 കിലോ വാങ്ങി. 1/2 കിലോ 3 എണ്ണം ഉണ്ടായിരുന്നു. നോക്കിയേ, നല്ല പച്ച അയിലയല്ലേ. കണ്ടിട്ട് വാങ്ങാതെ പോകാൻ തോന്നിയില്ല. കച്ചവടത്തിന് ശേഷം സ്റ്റോളൊക്കെ കഴുകുന്നതാണോ മഴയുടെയാണോ ഐസ് അടിയുന്നതാണോ, ഇവിടെ ഒട്ടുമിക്ക ചന്തയിൽ ചെന്നാലും ഇതുപോലെ തറയൊക്കെ വെള്ളമായിരിക്കും. അങ്ങനെ മീനൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. അവിടെ എല്ലാം ചെറിയ ചെറിയ കച്ചവടക്കാരായിരുന്നു. ഉണ്ടമുളക്, കാന്താരി, പയർ, കോവയ്ക്ക, കറിവേപ്പില ഇതൊക്കെ അവർ വീട്ടിലുണ്ടാകുന്നത് തന്നെ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണക്കമീൻ വാങ്ങുന്നത് മസ്റ്റാണ്. നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഫ്രഷായിട്ടുള്ള ഉണക്കമീനാണ് ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് കണ്ടത് ഉണക്കാൻ വേണ്ടി തന്നെ ഒരു സ്റ്റാളായിരുന്നേ. ഞാൻ ആദ്യം കണ്ടത് ഇതായതുകൊണ്ട് ഇങ്ങോട്ടിങ്ങ് കയറി. ഇത് ഉലുവാമീൻ ഉണക്കിയതാണേ. ഉലുവാമീൻ തന്നെ മീഡിയം സൈസും വലുതും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കാരലൊന്നും കാണാനില്ലായിരുന്നു. പിന്നെ ഉണക്കക്കൊഞ്ചും ചൂട ഉണക്കിയതും ഉണ്ടായിരുന്നു. ഇത് മതി, 1/2 കിലോ മതി. 1/2 കിലോ 300, 250. ഇത് ഒത്തിരി 700 രൂപ ഇല്ലയോ 1 കിലോയ്ക്ക് തന്നെ? മറ്റേത് മതിയമ്മേ. എല്ലാത്തും ആവുമായിരിക്കും ഇല്ലയോ? ഇതോ ഇതുകൂടെ 2 എടുത്ത് വെച്ചേ. ചൂട പാവയ്ക്കൊക്കെ വേണം. പാവയ്ക്ക വേണോ? ചക്കയും താറാമട്ടോ വേണോ? നല്ല തേങ്ങ. വിളിക്കുന്നതേ കൂട്ടിയില്ല അങ്കിള്. എന്തുകൂടെ മുളക് തൈയാണോ നോക്കട്ടെ. നമ്മുടെ പച്ചക്കറിക്കകത്തേ വേണോ? വേണ്ട, അത് വീട്ടിലുണ്ട്. തേങ്ങ എങ്ങനാ? ഇത് ഞാൻ തിരിച്ചിറങ്ങി കവർ എടുക്കാൻ പോവാന്നേ. തേങ്ങയുടെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വണ്ടിയിലാ കവറെന്ന്. പിന്നെ തിരിച്ച് വണ്ടി വെച്ചേക്കുന്നിടത്ത് നിന്ന് കവർ എടുത്തുകൊണ്ട് വന്ന് വാങ്ങിയ തേങ്ങയും മീനും എല്ലാം അതിൽ വെച്ചു. ഇതാകുമ്പോൾ എല്ലാം കൂടെ ഒരു കവറിലിരിക്കുമല്ലോ.
50 രൂപയ്ക്ക് മതി. ഇനി ഒരു മുറം വാങ്ങാൻ പോവാണേ. അവിടെ തിരക്കിയപ്പോൾ ഇതുവഴി പോയാൽ മതി എന്ന് പറഞ്ഞു. ഇത് മതി. എത്ര ഇതിന്? അല്ല ഇതിന് എന്താ? ഇത് നടമ്പുളിയാ, പക്ഷെ അത് ഇതിനേക്കാളും ഒന്നുകൂടെ വാങ്ങിയത്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അവിടുന്ന് പിന്നെ കുറച്ച് തോട്ടുപുളിയും കൂടെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.